നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് ഭൂമി അച്യുതന്റെ ഫോൺ ഓണായി നോക്കാൻ വേണ്ടി അകത്തേക്ക് അങ്ങോട്ട് കയറി പോകണം. ആ ഫോൺ എന്ന് പറഞ്ഞ വലിയ ഒന്നാമതിന്റെ തെളിവാന്നുള്ള കാര്യം ഭൂമിക്ക് അറിയില്ല. അപ്പം ഭൂമി അത് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചാർജ് കയറുന്നുണ്ട്. പക്ഷേ ഫോൺ ഓൺ ആയിട്ടില്ല. ഭൂമി ഓർത്ത് ഇതിവിടെ കിടക്കട്ടെ, ഇപ്പൊ തൽക്കാലത്തേക്ക് കടയിലേക്ക് പോകാന്ന് തിരിച്ചു വന്നപ്പോഴത്തേനും ലക്ഷ്മി വെച്ചു, എന്തായി മോളെ ഫോൺ ഓണായില്ലേ? ഇല്ല ലക്ഷ്മി ചേച്ചി, ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഓണായിട്ടില്ല. ചിലപ്പം ഇത്രയും ദിവസം മണ്ണിൽ കിടന്നതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ വല്ല വെള്ളം എന്തെങ്കിലും കയറിയിട്ടുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടായിരിക്കും ഓണാവാത്തെ. നോക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ഭൂമി പറഞ്ഞു, ശരി എങ്കിൽ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടയിലേക്ക് വരുവാണ്. കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേട്ടന് കടയിലേക്ക് വന്നു. പിന്നീട് ബാലേട്ടനോട് ഭൂമി സംസാരിക്കുന്നുണ്ട്. ആ സമയം ബാലേട്ടൻ പറഞ്ഞു, അതെ 1-2 കേസിന്റെ കാര്യത്തിൽ ഭൂമി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ഭൂമി പറഞ്ഞു, ഞാൻ നോക്കട്ടെ ബാലേട്ട, ബാലേട്ടൻ അറിയാലോ ഞാൻ ഇന്ന് കടയിലേക്ക് വരണമെന്ന് കരുതിയിരുന്നല്ല, പക്ഷെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്വസ്ഥത സമാധാനം ഇല്ല. എൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ അമ്മയെ പുറത്തിറക്കണ്ടേ എനിക്ക്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറഞ്ഞു. എനിക്കറിയാം ഭൂമിയുടെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ ഭൂമി വിഷമിക്കുമൊന്നും വേണ്ട, ഉറപ്പായിട്ടും ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അജയ് ഉണ്ടായിരുന്നു. അജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി അങ്ങോട്ട് ചെന്നു. ഭൂമി എന്നിട്ട് പറഞ്ഞു, അതെ സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ? അല്ല എൻ്റെ അച്ഛൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ഒക്കെ സാറിൻ്റെ കയ്യിലുണ്ടല്ലോ, എനിക്കതൊന്ന് വായിക്കാൻ തരുമോ? വായിക്കാനോ? ഇല്ല അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ സാറേ പ്ലീസ് ഒന്ന് താ സാറേ എന്ന് പറഞ്ഞു. തരാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ, താനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും ഇപ്പം തരാൻ പറ്റുന്ന കാര്യമില്ല, താൻ വെറുതെ സമയം മെനക്കെടുത്താതെ പോകാൻ നോക്ക്. അപ്പോഴേക്കും ഭൂമിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഭൂമിയാണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അവിടെ ഇരുന്ന് വനിതാ കോൺസ്റ്റബിൾ ഭൂമിയെ നോക്കി. അവർ നല്ല കൂട്ടുകാരാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയ് പുറത്തേക്ക് പോയി. അജയ് പുറത്തേക്ക് പോകുന്ന ഭൂമി കണ്ടു. ഭൂമി പെട്ടെന്ന് കടയിൽ നിന്ന് സ്റ്റേഷനിലേക്ക് വീണ്ടും വരുവാണ്. വീട്ടിലേക്കല്ല വീണ്ടും സ്റ്റേഷനിലേക്ക് വരുവാണ്. അങ്ങനെ വന്നിട്ട് വനിതാ കോൺസ്റ്റബിളിനോട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ പറഞ്ഞു, അയ്യോ അജയ് സാറ് കാണിക്കില്ലെന്ന് പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ അത് കാണിച്ചെന്നറിഞ്ഞാൽ ഭൂമി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ ജോലി പോകുന്ന കാര്യം അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നേ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ഒന്ന് കിട്ടുവാണെങ്കിൽ, കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ മദ്യപിക്കുന്ന ആളല്ല, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എങ്ങനെ എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ മദ്യം വന്നു? ഈ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണ്, അതുകൊണ്ട് അതാ എനിക്ക് അറിയേണ്ടത്. ഇത് മനഃപൂർവ്വം ആരാണ്ട് കളിച്ചിരിക്കുന്ന, എനിക്കൊന്നും അതൊന്നും തരാമോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവർ പറഞ്ഞു, അയ്യോ CA സാറെങ്ങാനും വന്നാൽ എൻ്റെ കാര്യം ഒന്നും വരത്തില്ല, നിങ്ങളൊന്നും തരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവരതെടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ഭൂമി അവിടെ നിന്ന് അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക. അപ്പോഴാണ് അജയുടെ വരവ്. അജയ് വന്നിട്ട് ചോദിച്ചു, നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഇവൾക്കൊന്നും കൊടുക്കരുതെന്ന്, നിങ്ങളെന്താ പറഞ്ഞ തലയ്ക്ക് കയറത്തില്ലേ? അതും പറഞ്ഞുകൊണ്ട് അജയ് ദേഷ്യപ്പെടുവാണ്. ഭൂമി പറഞ്ഞു, അതെ അവരോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, തെറ്റ് ചെയ്തത് ഞാനാണ്, ഞാൻ ചോദിച്ചിട്ടാണ് അവരെടുത്ത് തന്നെ. ഓ നീ ചോദിച്ചപ്പോൾ തന്നെ എടുത്തു തന്നില്ലേ? അത് പിന്നെ സാറേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. എന്താവശ്യം? നിന്റെ ആവശ്യം ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, സാറിന് അത് മനസ്സിലാവില്ല. സാറിൻ്റെ അച്ഛൻ മാധവ മേനോൻ ഉണ്ടല്ലോ, സാറിൻ്റെ അച്ഛൻ മരിക്കണം, കൊല ചെയ്യപ്പെടണം, അമ്മയായിരിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്നത്, കൊലയാളിയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നാലോ ഈ പറയുന്ന എൻ്റെ മാനസികാവസ്ഥ എന്താ സാറിന് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം അതേപോലെ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ അമ്മയെങ്കിലും ഇങ്ങനെ തിരികെ പിടിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് സാറേ ഞാൻ. അതിനു വേണ്ടി ഏതറ്റം വരാൻ പോയാലും ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നല്ല എവിടെ വെള്ളം ഞാൻ പോകുക തന്നെ ചെയ്യും, എൻ്റെ അമ്മ നിരപരാധിയാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അജയ് ഒന്ന് തണുത്തു. അജയ് ഭൂമിയെ വിളിച്ചുകൊണ്ട് ക്യാബിലേക്ക് പോവാണ്, വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, ഭൂമിക്ക് അറിയാലോ ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഭൂമിയോട് ഞാൻ ആ തരില്ല എന്ന് പറഞ്ഞ്. പിന്നെ അതിൻ്റെ കാരണം സാധ്യത ഞാൻ വ്യക്തമാക്കിയതാണല്ലോ. സാറേ എൻ്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇല്ലായിരിക്കും, പക്ഷെ സാഹചര്യ തെളിവുകളൊക്കെ അവർക്ക് എതിരാന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഭൂമിയുടെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ അതിന് തക്കതായ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടണം. അല്ല സാറേ അത് പിന്നെ അല്ല, അച്ഛൻ്റെ അമ്മയുടെ ഫോൺ ആരുടെയെങ്കിലും ഫോണ് ഭൂമിയുടെ കയ്യിലുണ്ടോ? അച്ഛൻ്റെ ഫോണിനെ കുറിച്ച് നല്ലതായിരുന്നു, ഒരു പക്ഷേ ഇതൊരു കൊലപാതകമാണെങ്കിൽ അച്ഛൻ്റെ ഫോണിലേക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ നോക്കിയിട്ട് ഫോൺ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോഴാണ് ഭൂമി ഫോണിൻ്റെ കാര്യം ഓർത്തെ, അത് കുത്തിയിട്ടിരിക്കുക, ഓണായിട്ടും കൂടി ഉണ്ടായിരുന്നില്ല.
ഭൂമി ആദ്യം ഓർത്ത് അജയോട് പറയണമെന്ന്, പിന്നെ കരുതി വേണ്ട പറയണ്ട, തൽക്കാലത്തേക്ക് അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും അജയ് പറഞ്ഞു, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുവാണെങ്കിൽ തൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കായിരുന്നു. എന്നാലും താൻ ഒരു കാര്യം ചെയ്യുക, ഒരു പരാതി എഴുതി തന്നിട്ട് പോ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അജയും കൂടെ ഇറങ്ങിപ്പോയി. ആ സമയം ഭൂമിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഭൂമി ഒടുവിൽ തൻ്റെ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൊട്ടിക്കരയുക. ഭൂമിക്ക് അതുവരെ ഉണ്ടായിരുന്നേ സങ്കടമല്ല അണ പൊട്ടി ഒഴുകുവാണ്. എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഭൂമി പറയുകയും ചെയ്തു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മയെ ഞാൻ പുറത്തിറക്കിക്കോളാം. എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല മോളെ. നിന്റെ അച്ഛനില്ലാത്ത ആ വീട്ടിലേക്ക് വരണമല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രം ഒരു സങ്കടമുള്ളൂ. വിഷമിക്കൊന്നും വേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിക്കാണെങ്കിലോ വല്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമാക്കണം. തൻ്റെ അമ്മ നിരപരാധി എന്ന് തെളിയിക്കണം. അതിന് വേണ്ടുന്ന സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ അങ്ങനെ തെളിയിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എല്ലാ തെളിവുകളും തന്നെ അമ്മയ്ക്കാണ്. ആ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞപ്പം ഭൂമിക്ക് വല്ലാത്തൊരു ടെൻഷനായി. ഭൂമി അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ചെന്ന് ഇപ്പോൾ ലക്ഷ്മി ചേച്ചി ചോദിച്ചു, എന്താ ഭൂമി, എന്തായി കാര്യങ്ങൾ, എന്താവാനായിട്ട്? അജയ് സാറിൻ്റെ കാര്യം അറിയാലോ. അല്ല എന്നിട്ട് പോയ കാര്യം നടന്നില്ലേ? കുറച്ച് ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. എന്നാലോ കൃത്യമായിട്ടുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതെ ഭൂമി, നിനക്കറിയാലോ നിന്റെ അമ്മ ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാൻ പാടില്ല. എനിക്കറിയാം. പക്ഷെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചെയ്യുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ്റെ ഫോണെങ്കിലും ഓണാകുമായിരുന്നെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഭൂമിക്ക് അറിയായിരുന്നു. പക്ഷെ അതുപോലും ഓണാകാത്തതുകൊണ്ട് ഭൂമിക്ക് അതിനെക്കുറിച്ച് ഉള്ള നല്ല ടെൻഷൻ ഉണ്ട് താനും. ഇതേ സമയം അജയ് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഭൂമി ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല. ഭൂമി ഇതിൻ്റെ ഏഴറ്റം വരെ പോലും തന്നെ അമ്മനെ രക്ഷിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അവൾക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും കൂടെ ഇല്ലേ ഇനിയുള്ളൂ. അച്ഛൻ പോയി. ആ ഒരു വിഷമം അജയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഭവാനിയുടെ അടുത്തേക്ക് സൗഭാഗ്യം മുത്തശ്ശി ചെല്ലുവാണ്. സൗഭാഗ്യം മുത്തശ്ശി എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ മോളെ, അറിയാലോ ഇനിയിപ്പോൾ അധിക ദിവസമില്ല അജയുടെയും അഞ്ജനയുടെയും വിവാഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വിവാഹ ഒരുക്കളും കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞു. അത് പിന്നെ അമ്മ ഞാൻ അല്ല ഡ്രസ്സൊക്കെ എടുക്കണ്ടേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട് മോളെ എന്ന് പറഞ്ഞു. മോളൊന്നും അതിനെക്കുറിച്ച് അറിയണ്ട. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും താല്പര്യമൊന്നും ഇല്ലമ്മേന്ന് പറഞ്ഞു. അത് സാരമില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടാ പെൺകുട്ടികൾ, എല്ലാവർക്കും സ്വർണ്ണത്തോട് ഇതിനോടൊക്കെ ഭയങ്കര ആർത്തിയായിരിക്കും. അത് കേട്ടതും ഭവാനി പറഞ്ഞു, എൻ്റെ മോൾക്ക് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയ് വീട്ടിലേക്ക് വരുവാണ്. അജയ് വന്നു കഴിഞ്ഞപ്പം സൗഭാഗ്യം മുത്തശ്ശൻ കൂടി ചെന്ന് സംസാരിക്കുന്ന സമയത്ത്, എന്തായുടെ മോനെ ആ കൊച്ചിൻ്റെ കേസ്, അതിൻ്റെ അമ്മയെ കോടതി വെറുതെ വിട്ടാന്നൊക്കെ ചോദിച്ചു. ഇല്ലമ്മേ, കോടതി വെറുതെ വിട്ടിട്ടൊന്നുമില്ല. ഇനി കേസ് വിളിക്കണം. കാരണം ഇപ്പം നിരപരാധിയെന്ന് വന്നാൽ മാത്രമേ കോടതി വെറുതെ വിടാനൊക്കെ പോകുന്നുള്ളൂ. കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും അതിനിങ്ങനൊരു തലവര ഉണ്ടായല്ലോ. പാവം, അത് എന്ത് പാവം ചെയ്തിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ സ്വാഭാവിക മുത്തശ്ശി വിലപിക്കുകയാണ്. അതോടെ കേട്ട് കഴിഞ്ഞപ്പം അജയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഈ സമയം വീട്ടിലേക്ക് മടങ്ങി വന്നു ഭൂമി വന്ന് മൊബൈൽ ഓണാൻ നോക്കിയിട്ട് ഓണാകുന്നില്ല. ഇത് ഓണാകുന്നില്ലല്ലോ എന്നൊരു ചിന്ത. അപ്പോഴേക്കും ഭൂമിയുടെ മനസ്സിലേക്കൊരു കാര്യം വന്നു. എന്തെങ്കിലും ഇനിയിപ്പം അച്ഛന് നേരത്തെ താൻ മരിക്കുമെന്നെങ്ങനെ ചിന്തയുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ലെറ്റർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാണെങ്കിലും ഒടുവിൽ ആ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഭൂമി അറിയുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.